തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹിതരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ഒരു പാപമാണ് സ്പിരിച്വൽ പ്രൈഡ്, അല്ലെങ്കിൽ ആത്മീയമായ അഹങ്കാരം. നമ്മളൊരു ധ്യാനം കൂടി നന്നായി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, മറ്റുള്ളവരൊക്കെ മോശമാണ്, ഞാനാണ് വിശുദ്ധൻ എന്ന് ചിന്തിക്കും. മരുഭൂമിയിലെ പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ നിരന്തരം പരാമർശിക്കുന്നൊരു പാപമാണ് ഈ പറഞ്ഞ ആത്മീയ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പോരാടേണ്ടിയിരുന്നത് ഈ ആത്മീയ അഹങ്കാരത്തോടായിരുന്നു. കാരണം മരുഭൂമിയിൽ മറ്റു പ്രലോഭനങ്ങളില്ല, എന്നാൽ സ്വന്തം അഹത്തോട് അവർ പോരാടേണ്ടി, ആരെയും വിധിക്കാതിരിക്കുക, അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. അവിടെ മോസസ് എന്ന് പറയുന്നൊരു സന്യാസിയെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരു മോഷ്ടാവായിരുന്നു, മാനസാന്തരപ്പെട്ടു, വിശുദ്ധനായ അദ്ദേഹം മോസസ് അവിടുത്തെ ഒരു സന്യാസ ആശ്രമത്തിലെ അധിപനായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സന്യാസി എന്തോ സംഭവം മോഷ്ടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഇദ്ദേഹത്തിനെ കള്ളൻ എന്ന് വിധിച്ച് മോസസിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ മോസസ് ഒരു സഞ്ചിയിൽ കുറേ മണൽ നിറയ്ക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് ചുമലിൽ വെച്ചിട്ടാണ് തൻ്റെ അധികാരത്തിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ എങ്ങനെ ഈ സഹോദരനെ വിധിക്കും? കാരണം ഞാൻ ഒരു മോഷ്ടാവായിരുന്നു. ഈ സഞ്ചിയിലെ മണൽത്തരികൾ പോലെ എൻ്റെ പാപം വലുതാണ്. ഈ സഞ്ചി എൻ്റെ തോളിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ സഹോദരനെ വിധിക്കുമെന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്, അപ്പോൾ നിങ്ങളും വിധിക്കപ്പെടുകയില്ല എന്ന്. സ്നേഹിതരെ, നമുക്കും പോരാടാം. നമ്മളിൽ ആത്മീയ അഹങ്കാരം, സ്പിരിച്വൽ പ്രൈഡ് ഉണ്ടായി നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാണെങ്കിൽ നമുക്കതിൽ നിന്നും പിന്മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.